12ാം ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷൻ അതിഗംഭീരമായിട്ടുള്ള ഒരു വെറൈറ്റി ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തതയാണ് കേട്ടോ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. തുടക്കം അനീഷാണ്. ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് തന്നെയുള്ള ഒരു വോട്ടിങ്ങുമായിട്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആട്ടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് 12ാം ആഴ്ചയിലെ കന്നി വോട്ട് നൽകിക്കൊണ്ട് അനീഷ് എത്തിയിരിക്കുകയാണ്. അനീഷ് വോട്ട് ചെയ്തിരിക്കുന്നത് ആരെയാണെന്ന് അറിയണ്ടേ? രണ്ടുപേര്, സാബുമാനെയും നൂറയുമാണ് അനീഷ് വോട്ട് ചെയ്തിരിക്കുന്നത്. സാബുമാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീക്കിലി ടാസ്കിൽ ഒന്നും തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്യാപ്റ്റൻസിയിൽ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്നൊക്കെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അനീഷ് പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ പുറത്ത് നമ്മൾ പ്രേക്ഷകർ പറയുന്ന പല കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അനീഷ് ഹൈലൈറ്റ് ചെയ്ത് സാബുമാനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നൂറയാണ്. നൂറയ്ക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ അതോ ഇവിടെ കാണിക്കുന്നില്ല. ഭയങ്കര സേഫായിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൂറ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറയെയും വോട്ട് ചെയ്തിട്ടുണ്ട്. സേഫ് ഗെയിം കളിക്കുന്ന 2 കണ്ടസ്റ്റൻറ്റിനെ ആദ്യം തന്നെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അനീഷാണ് കേട്ടോ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ഷേ ബിഗ് ബോസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് ആദ്യം തന്നെ അല്ലെങ്കിൽ തുടക്കം തന്നെ അനീഷിനെ വിളിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് നോമിനേഷൻ കാര്യങ്ങൾ അനീഷ് ചെയ്യുന്ന ബിഗ് ബോസിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പലരും ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇനി ഞങ്ങളെ ഒന്നും വിളിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നും പറയല്ലേ എന്നൊക്കെ കരുതിയിട്ട്. ആര് പുറത്ത് പോകണം എന്ന് കുടുംബാംഗങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടി വരും. സേഫ് ഗെയിം കളിക്കുന്നവരെ അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും പിടിച്ചു നിർത്താതെ നോമിനേഷനിലേക്ക് ഇടട്ടെ. നമുക്ക് പ്രേക്ഷകർക്ക് അതിനുള്ള വിധി എഴുതാം. നമുക്ക് കാത്തിരിക്കാം ആരൊക്കെ വരും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.